ഹൈഡ്രജന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിലെ മിക്കവാറും എലമെൻസുമായും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതർ എലമെൻസുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജനും വേറെ ഒരു എലമെൻറ്റും മാത്രം അടങ്ങിയ ബൈനറി കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രൈഡ്സ്. ഈ ഹൈഡ്രൈഡ്സിനെ മൂന്നായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: അയോണിക് ഹൈഡ്രൈഡ്, കോവാലന്റ് ഹൈഡ്രൈഡ് ആൻഡ് മെറ്റാലിക് ഹൈഡ്രൈഡ്. അയോണിക് ഹൈഡ്രൈഡ് എന്നാൽ അവിടെ അയോണിക് ബോണ്ടിങ് ആയിരിക്കും ഉള്ളത്. കോവാലന്റ് ഹൈഡ്രൈഡിൽ കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും ഉള്ളത്. മെറ്റാലിക് ഹൈഡ്രൈഡിൽ മെറ്റാലിക് ബോണ്ടിങ് ആണ്. ആദ്യം അയോണിക് ഹൈഡ്രൈഡ്. ഇത് അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ എസ് ബ്ലോക്കിലെ എലമെൻസുമായി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അയോണിക് ഹൈഡ്രൈഡ് കിട്ടുന്നത്. ഹൈഡ്രജനും എസ് ബ്ലോക്കിലെ എലമെൻസും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രൈഡുകളാണ് അയോണിക് ഹൈഡ്രൈഡ്. ഉദാഹരണമായി ലിഥിയം ഹൈഡ്രൈഡ് LiH, സോഡിയം ഹൈഡ്രൈഡ് NaH, പൊട്ടാസ്യം ഹൈഡ്രൈഡ് KH, സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റിന്റെ BeH2, MgH2 തുടങ്ങിയവ. ഇവിടെ അയോണിക് ബോണ്ടിങ് ആണ് ഉള്ളത്. എന്നാൽ ലിഥിയത്തിന്റെയും ബെറിലിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഹൈഡ്രൈഡിന് കോവാലന്റ് ക്യാരക്ടറും ഉണ്ട്. ഇവയുടെ പ്രത്യേകത, ഇവ അയോണിക് ഹൈഡ്രൈഡ് ആയതുകൊണ്ട് അയോണിക് ബോണ്ടിങ് ആണ്. അത് സോൾട്ട് പോലെയുള്ള പ്രോപ്പർട്ടിയാണ് അതിനുള്ളത്. അവയ്ക്ക് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടായിരിക്കും. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അത് സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ അത് മോൾട്ടൺ ഫോമിൽ ഇലക്ട്രിസിറ്റിയുടെ നല്ല കണ്ടക്ടർ ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. ഹൈഡ്രജൻ പി ബ്ലോക്കിലെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്നവയാണ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. ഇവിടെ ഹൈഡ്രജനും കൂടെയുള്ള ആറ്റവും തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും ഉള്ളത്. ഡിസ്ക്രീറ്റ് മോളിക്യൂളായാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്നുകൂടി പറയുന്നത്. പി ബ്ലോക്കിലെ എലമെന്റ്സ് 13, 14, 15, 16, 17 ഗ്രൂപ്പുകളിലാണ് വരുന്നത്. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രൈഡ്, അത് അറിയപ്പെടുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് എന്നാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, അതായത് ഇവിടെ ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല. ഉദാഹരണമായി ബോറോണിന്റെ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ഹൈഡ്രൈഡ്. നമുക്ക് ഒരു ഉദാഹരണം പരിഗണിക്കാം. ബോറോണിന്റെ ഹൈഡ്രൈഡ് B2H6. അതേസമയം 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ് ആണെങ്കിൽ അവിടെ കൃത്യം ഒക്ടറ്റ് പൂർത്തിയാക്കിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവയെ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്നുകൂടി പറയാറുണ്ട്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഒക്ടറ്റ് കൃത്യമായി പൂർത്തിയായി, അതുകൊണ്ട് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്നറിയപ്പെടുന്നു. കാർബണിന്റെ ഹൈഡ്രൈഡ് നമുക്കറിയാം. ഹൈഡ്രോ കാർബൺസ് എല്ലാം 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ആണ്. ഉദാഹരണമായി മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ തുടങ്ങിയവ. അതേസമയം 15, 16, 17 ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രൈഡ്, അവിടെ ഒക്ടറ്റ് പൂർത്തിയായിട്ടുണ്ട്. അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതിനാൽ നമ്മൾ അവയെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്, ഇവിടെ ഒക്ടറ്റ് പൂർത്തിയായി, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നു. 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രൈഡ് ഉദാഹരണമായി NH3. ഇവിടെ
നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ ഹൈഡ്രേറ്റ് PH3. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ് ഓക്സിജന്റെ ഹൈഡ്രേറ്റ് അഥവാ H2O അല്ലെങ്കിൽ H2S. ഇവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 17ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ് HF, HCl, HBr, then HI എന്നിവ. ഇവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക, പി ബ്ലോക്കിലെ എലമെന്റ്സ് ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ട്സ് ആണ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്. ഇവയെ നമുക്ക് മൂന്നായി തിരിക്കാം: ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച്. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രേറ്റ് ആണെങ്കിൽ അവിടെ ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല. അതിനാലാണ് അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ലൂയിസ് ആസിഡായി ആക്ട് ചെയ്യുന്നു. സോ 13th ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ്സ് ലൂയിസ് ആസിഡ് ആയിരിക്കും. ദെൻ 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രേറ്റ് ഒക്ടറ്റ് കൃത്യമായി പൂർത്തിയായി അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. അതിനാൽ അത് ലൂയിസ് ആസിഡായോ അതല്ലെങ്കിൽ ലൂയിസ് ബേസായോ ആക്ട് ചെയ്യുന്നില്ല, ന്യൂട്രൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം 15, 16, 17 ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്. ഇവിടെ ഒക്ടറ്റ് പൂർത്തിയായി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത്. അതിനാൽ ഇവ ലൂയിസ് ബേസ് ആയിരിക്കും, ലൂയിസ് ബേസ് ആയി ആക്ട് ചെയ്യുന്നു. നമുക്ക് എക്സാമിനേഷന് ഒരു ചോദ്യം വരാറുണ്ട്: ക്ലാസിഫൈ ദ ഗിവൺ കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ് ഇൻ ടു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച്. നമ്മളവിടെ പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടെയാണ് ആൻസർ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഹൈഡ്രേറ്റ് കൂടെയുള്ളത് 13ാമത്തെ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ് ഹൈഡ്രജന്റെ കൂടെ ഉള്ളതെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. അതേസമയം 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് ഇലക്ട്രോൺ പ്രിസൈസ് ആയിരിക്കും. അതേസമയം 15, 16, 17 ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അതുപോലെ ഓർത്തിരിക്കുക, 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ് ലൂയിസ് ആസിഡ് ആണ്. അതേസമയം 15, 16, 17 ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഹൈഡ്രേറ്റ് ലൂയിസ് ബേസ് ആണ്. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഹൈഡ്രേറ്റ് ലൂയിസ് ആസിഡോ ലൂയിസ് ബേസോ അല്ല. ദെൻ ഫൈനലി മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ്. ഹൈഡ്രജൻ ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ എലമെന്റ്സുമായി കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ആ ഹൈഡ്രേറ്റ് ആണ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഡി ബ്ലോക്കിൽ 7, 8, 9 ഗ്രൂപ്പിലെ എലമെന്റ്സ് പൊതുവെ ഹൈഡ്രേറ്റ് തരാറില്ല. മറ്റു ഗ്രൂപ്പുകളിലെ എലമെന്റ്സും എഫ് ബ്ലോക്കിലെ എലമെന്റ്സും ഹൈഡ്രേറ്റുകൾ തരാറുണ്ട്. ഇവിടെ മെറ്റാലിക് ബോണ്ടിങ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ പരിഗണിക്കാം. LaH2.87. ഇവിടെ ഫോർമുല ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഹോൾ നമ്പർ ഫോർമുല അല്ല. അതായത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് കൃത്യമായി ഒബേ ചെയ്യുന്നില്ല. അതിനാലാണ് ഇവയെ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതേസമയം അയോണിക് ഹൈഡ്രേറ്റോ അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രേറ്റോ ഒരു ഹോൾ നമ്പർ ഫോർമുലയാണ്. ഇവിടെ ഹോൾ നമ്പർ ഫോർമുല അല്ല. അതിനാലാണ് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഒക്കുപ്പൈ ചെയ്യുന്നത് ഡി അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് മെറ്റൽ ക്രിസ്റ്റലിൻ്റെ ആ മെറ്റൽ ആറ്റംസിനിടയ്ക്കുള്ള ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലായിരിക്കും. അതായത് മെറ്റൽ ആറ്റംസ് ക്ലോസായി അറേഞ്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വരുന്ന ആ വേക്കൻറ്റ് സ്പേസിനെയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഹൈഡ്രജൻ ആറ്റം വളരെ ചെറുതാണ്. അത് ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ ഇൻറ്റർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ് എന്നുകൂടി വിളിക്കുന്നത്. ഇത്തരം ഹൈഡ്രേറ്റുകൾക്ക്
പേരൻ്റ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും ഉള്ളത്. പേരൻ്റ് മെറ്റലിനെ പോലെ ഹാർഡായിരിക്കും, ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിൻ്റെയും കണ്ടക്ടർ ആയിരിക്കും. ദെൻ നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം തുടങ്ങിയ എലമെൻസിൽ ലാർജ് എമൗണ്ട് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത്തരം നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് നമുക്ക് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മീഡിയമായി ഉപയോഗിക്കാനും സാധിക്കും. നമുക്ക് ഈ ഭാഗത്തുനിന്ന് എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ക്ലാസിഫൈ ദ ഗിവൺ ഹൈഡ്രൈഡ്സ് ഇൻ ടു അയോണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക്. നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെയാണ് ആൻസർ ചെയ്യേണ്ടത്. എസ് ബ്ലോക്കിലെ എലമെൻറ്റിൻ്റെ ഹൈഡ്രൈഡ്, അതായത് 1, 2 ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് ആണ് എങ്കിൽ അത് അയോണിക് അഥവാ സോൾട്ട് ലൈക്ക് അഥവാ സലൈൻ ഹൈഡ്രൈഡ് ആയിരിക്കും. അവിടെ അയോണിക് ബോണ്ടിങ്. അതേസമയം പി ബ്ലോക്കിലെ എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് 13, 14, 15, 16, 17 ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് ആണെങ്കിൽ അത് കോവാലൻ്റ് ഹൈഡ്രൈഡ് ആയിരിക്കും. അതേസമയം ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ എലമെൻസ് ആണെങ്കിൽ അത് മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് ആണ്. അവരുടെ ഫോമുല നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഹോൾ നമ്പർ ഫോമുല ആയിരിക്കില്ല. ഇവിടെ നിന്ന് നമുക്ക് ഒരു ചോദ്യം കൂടി പരിഗണിക്കാം. ഇവിടെ നമ്മൾ പി ബ്ലോക്കിലെ എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് കണ്ടിരുന്നു, NH3, H2O, HF. ഒരു ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഹൈഡ്രൈഡ് പരിഗണിക്കുമ്പോൾ, ഉദാഹരണമായി 17ാം ഗ്രൂപ്പിലെ HF, HCl, HBr, HI ഇവ പരിഗണിക്കുക. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യും. അതിനാൽ അവയുടെ മോളിക്കുലാർ മാസ് കൂടുന്നത് കൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ അയഡൈഡിനാണ് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്നാണ്. അതുപോലെ 16th ഗ്രൂപ്പിൽ H2Oയേക്കാൾ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് H2S ആണ് എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഹൈഡ്രജൻ ഹൈ ഇലക്ട്രോനെഗറ്റീവായ ഓക്സിജനുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. ഹൈഡ്രജൻ ഹൈ ഇലക്ട്രോനെഗറ്റീവായ ഫ്ലൂറിനുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് HF മോളിക്യൂളിലും H2O മോളിക്യൂളിലും ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വളരെയധികം എനർജി വേണം. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ആദ്യത്തെ മെമ്പേഴ്സിൻ്റെ ഹൈഡ്രൈഡ്സിനാണ് ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. അതായത് PH3യേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് NH3ക്കായിരിക്കും, H2Sനേക്കാൾ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് H2Oയ്ക്കായിരിക്കും, HIയേക്കാളും HBrനേക്കാളും HClനേക്കാളും ഉയർന്ന ബോയിലിംഗ് പോയിന്റ് HFനായിരിക്കും ഉള്ളത്. ഹൈഡ്രജൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ് വാട്ടർ, H2O. എല്ലാ ലിവിങ് ബീയിങ്സിൻ്റെയും നിയർലി 70% വാട്ടറാണ്. അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് മീഡിയമാണ്. മറ്റു ലിക്വിഡ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് അൺയൂഷ്വലായി ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സർഫസ് ടെൻഷൻ തുടങ്ങിയവ ഉണ്ട്. അതിന് കാരണം വാട്ടറിലെ സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സോ വാട്ടറിൽ സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് മറ്റു കോമ്പൗണ്ട്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സർഫസ് ടെൻഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഉള്ളത്. വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്. അതുകൊണ്ട് അയോണിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു. പോളാർ മോളിക്യൂൾ ആയതുകൊണ്ട് ഉയർന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും അയോണിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ സോലുബിൾ ആണ്. സം ഓർഗാനിക് കോമ്പൗണ്ട്സും വാട്ടറിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണമായി കാർബോഹൈഡ്രേറ്റ്സ്, ആൽക്കഹോൾസ് തുടങ്ങിയവ. ഇവയുമായി വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്തരം ഓർഗാനിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്.
നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കാം. വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ഓക്സിജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ലോൺ പെയർ റിപ്പൾഷൻ ഹൈ ആണ്. അതിനാൽ ഇവിടെ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിളിൽ നിന്നും ലോവറായ 104.5 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ. ഇവിടുത്തെ ബോണ്ട് ലെങ്ത് 97.5 പൈക്കോമീറ്റർ ആണ്. നമ്മൾ ഈ ജോമെട്രി വിളിക്കുന്നത് ബെൻഡ് ഷേപ്പ് എന്നാണ്. വി ഷേപ്പ് എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്സിജൻ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് 2 ഉണ്ട്. അവിടെ ലോൺ പെയർ റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ബോണ്ട് ആംഗിൾ ഒറിജിനൽ ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാൾ ലോവർ ആയിരിക്കും. സോ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പാണ്. വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ്. നമുക്കറിയാം, സാധാരണ സോളിഡ്സിന് ലിക്വിഡ്സിനെ അപേക്ഷിച്ച് ഉയർന്ന ഡെൻസിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ വാട്ടറിൽ ഇത് നേരെ തിരിച്ചാണ്. ഐസിന് വാട്ടറിനേക്കാൾ ഡെൻസിറ്റി ലോവറാണ്. ഡെൻസിറ്റി ലോവർ ആയതുകൊണ്ട് ഐസ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ഇതിന് വളരെയധികം ജിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി വിൻ്റർ സീസണിൽ തടാകങ്ങളിലും മറ്റും മുകൾ ഭാഗത്തുള്ള വാട്ടർ മാത്രമാണ് ഐസായി മാറുന്നത്. ഐസ് ഹീറ്റിൻ്റെ ഒരു ബാഡ് കണ്ടക്ടറാണ്. അതിനാൽ താഴെയുള്ള ലിക്വിഡ് വാട്ടറിൻ്റെ ഹീറ്റ് ലോസ് ചെയ്യുന്നതിനെ അത് തടയുന്നു. അതുകൊണ്ട് അപ്പർ ലെയർ മാത്രം ഐസായി മാറുന്നു. താഴെയുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. അതിനാൽ ലിവിങ് ബീയിങ്സിന് വിൻ്റർ സീസണിലും ഈസിയായി ആ വാട്ടറിൽ ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റിന് ഡെൻസിറ്റി ലോവർ ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് കാരണം വാട്ടറിലെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഐസിൽ എക്സ്റ്റൻസീവ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ ഐസിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ഹെക്സഗണൽ ജോമെട്രി ആണ്. ഹെക്സഗണൽ സ്ട്രക്ചറാണ് ഐസിന് ഉള്ളത്. സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഒരു ഓപ്പൺ ടൈപ്പ് സ്ട്രക്ചറാണ് ഐസിനുള്ളത്. ഐസിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുന്നത് ഓപ്പൺ ടൈപ്പ് സ്ട്രക്ചർ വിത്ത് വൈഡ് ഹോൾസ്. ഇതിനെ കേജ് ലൈക്ക് സ്ട്രക്ചർ എന്നുകൂടി പറയുന്നുണ്ട്. അവിടെ H2O മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഓപ്പൺ ടൈപ്പ് സ്ട്രക്ചർ അല്ലെങ്കിൽ കേജ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുറേ വൈഡ് ഹോൾസും ഉണ്ടാകും. ഇനി സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് ഉരുകി വാട്ടറായി മാറുകയാണ് എന്ന് കരുതുക. അങ്ങനെ വാട്ടറായി മാറുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ആ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഏതാനും എണ്ണം ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് H2O മോളിക്യൂൾ അല്പം കൂടി ക്ലോസർ ആകുന്നു. അതിനാലാണ് ലിക്വിഡ് സ്റ്റേറ്റിന് സോളിഡ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഉയർന്ന ഡെൻസിറ്റി ഉള്ളത്. നമുക്ക് ഈ ചോദ്യം എക്സാമിന് പതിവായി വരാറുണ്ട്. വൈ ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ലോവർ കമ്പയർഡ് ടു ലിക്വിഡ് വാട്ടർ? ഡ്യൂ ടു സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ice has an open type structure with wide holes. Therefore, its density is lower than water. വാട്ടറിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അടുത്തായി നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ്, അംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടർ. വാട്ടറിന് ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ കഴിവുണ്ട്. ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം വാട്ടറിൻ്റെ അംഫോട്ടറിക് നേച്ചർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ടർ HCl-മായി റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതുക. നമുക്കറിയാം HCl ഒരു ആസിഡാണ്. അത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യും. പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് Cl നെഗറ്റീവായി മാറുന്നു. H2O HCl നിന്നും
പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് H3O പോസിറ്റീവ് ആയി മാറുന്നു. ഇവിടെ വാട്ടർ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെ ബ്രോൺസ്റ്റഡ് ബേസ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ബേസ് എന്നാണ് വിളിക്കുന്നത്. HCl അവിടെ ആസിഡ് ആണ്. സോ ഫസ്റ്റ് എക്സാമ്പിളിൽ നിന്നും വാട്ടർ ബേസ് ആണ് എന്ന് നമ്മൾ കണ്ടു. വാട്ടർ ആസിഡായി ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നോക്കാം. വാട്ടർ അമോണിയയുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതുക. H2O പ്ലസ് NH3. നമുക്കറിയാം അമോണിയ ബേസ് ആണ്. അത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യും. H2Oയിൽ നിന്നും ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് NH4 പോസിറ്റീവ് ഉണ്ടാകുന്നു. വാട്ടർ പ്രോട്ടോണിനെ നൽകി OH നെഗറ്റീവായി മാറുന്നു. വാട്ടർ ഇവിടെ ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആസിഡാണ്. NH3 ഇവിടെ ബേസായും ആക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും വാട്ടർ അംഫോട്ടറിക് നേച്ചറാണ്. എക്സാമിനേഷൻ നമുക്ക് ചോദ്യം വരാറുണ്ട്, റൈറ്റ് ആൻഡ് എക്സാമ്പിൾ ഫോർ അംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടർ. അവിടെ നമ്മൾ റിയാക്ഷൻ എഴുതി ഉണ്ടാക്കിയാൽ മതിയാകും. ആദ്യം വാട്ടർ ബേസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആസിഡുമായുള്ള റിയാക്ഷൻ. ഏറ്റവും സിമ്പിൾ HCl ആണ്. സോ H2യും HCl തമ്മിലുള്ള റിയാക്ഷനിൽ HCl പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, അതേസമയം H2O പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് വാട്ടർ ഈസ് ബേസ്. ദെൻ വാട്ടറിന്റെ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടി ഒരു ബേസുമായി കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻ NH3യുമായി കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. വാട്ടറിന്റെ ഓട്ടോ ഡിസോസിയേഷൻ, അതായത് രണ്ട് H2O മോളിക്യൂൾ ഉണ്ട് എങ്കിൽ ഒരു H2O മോളിക്യൂൾ ആസിഡായും ഒന്ന് ബേസായും ആക്ട് ചെയ്യുന്നു. ആസിഡായി ആക്ട് ചെയ്യുന്നത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യും. സോ അതിൽ നിന്നും OH നെഗറ്റീവ് കിട്ടും. അതേസമയം ബേസായി ആക്ട് ചെയ്യുന്നത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യും. H3O പോസിറ്റീവ് കിട്ടും. വാട്ടറിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ഈ ഭാഗം പഠിച്ചതാണ്. റിഡോക്സ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് വാട്ടർ. വാട്ടർ സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതുക. Na പ്ലസ് H2O ഗീവ്സ് NaOH പ്ലസ് hydrogen. 2Na plus 2H2 gives 2NaOH plus hydrogen. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എഴുതാം. സോഡിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. H പോസിറ്റീവ് 1, ഓക്സിജൻ നെഗറ്റീവ് 2, Na പോസിറ്റീവ് 1, ഓക്സിജൻ നെഗറ്റീവ് 2, H പോസിറ്റീവ് 1, H 0. വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെഗറ്റീവ് 1ൽ നിന്നും പോസിറ്റീവ് 1ൽ നിന്നും 0 ആയി ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ വാട്ടറിന് റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. Na 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും പോസിറ്റീവ് 1 ആയി ഇൻക്രീസ് ചെയ്യുന്നു. അതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. H2Oയ്ക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ H2O ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സോ സോഡിയം പോലുള്ള ആക്റ്റീവ് മെറ്റലുമായി വാട്ടർ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇവിടെ H2O ഒരു ഓക്സിഡൈസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നു. വാട്ടർ റെഡ്യൂസിങ് ഏജന്റായി ആക്ട് ചെയ്യുന്നതിന് ഒരു ഉദാഹരണം നോക്കാം. ഓക്സിജനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിനുമായി വാട്ടർ റിയാക്ട് ചെയ്യുന്നെന്ന് കരുതുക. ഫ്ലൂറിൻ പ്ലസ് H2O gives HF plus O2. So 2F2 plus 2H2O gives 4HF plus O2 ആണ്. ഫ്ലൂറിൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, H പോസിറ്റീവ് 1, ഓക്സിജൻ നെഗറ്റീവ് 2, H പോസിറ്റീവ് 1, ഫ്ലൂറിൻ നെഗറ്റീവ് 1, ഓക്സിജൻ 0. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെഗറ്റീവ് 2ൽ നിന്നും 0 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഫ്ലൂറിൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും നെഗറ്റീവ് 1 ആയി കുറയുന്നു,
അഥവാ റിഡക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ H2Oയ്ക്ക് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. അതിനാൽ H2O ഒരു റെഡ്യൂസിങ് ഏജന്റായി ആണ് ആക്ട് ചെയ്യുന്നത്. സോ വാട്ടറിന് ഓക്സിഡൈസിങ് ഏജന്റായും റെഡ്യൂസിങ് ഏജന്റായും ആക്ട് ചെയ്യാൻ കഴിവുണ്ട്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രേറ്റ് ഫോർമേഷൻ റിയാക്ഷൻ ആണ്. പല സോൾട്സും അക്വസ് മീഡിയത്തിൽ നിന്നും ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രേറ്റ് ഫോർമേഷൻ നടക്കാറുണ്ട്. അതായത് ആ അയോണിക് സോളിഡിൻ്റെ ഒപ്പം വാട്ടർ മോളിക്യൂൾ ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. അങ്ങനെ വാട്ടർ മോളിക്യൂൾ 3 രൂപത്തിൽ ക്രിസ്റ്റലൈസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഒന്ന്, കോർഡിനേറ്റ് ബോണ്ട് വഴി ആ കോമ്പൗണ്ടുമായി ജോയിൻ ചെയ്യാം. ദെൻ ചിലപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ പ്ലേസിൽ അത് ഒക്കുപ്പൈ ചെയ്യാം. അതല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ആ മോളിക്യൂളുമായി കൂടിച്ചേരാം. സോ തേർഡ് റിയാക്ഷൻ ഹൈഡ്രേറ്റ് ഫോർമേഷൻ. അയോണിക് കോമ്പൗണ്ട്സ് അക്വസ് മീഡിയത്തിൽ നിന്നും ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾ കൂടെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, ക്രോമിയത്തിന്റെ ഒരു കോംപ്ലക്സ് CrH2O 6 ടൈംസ് 3 പോസിറ്റീവ് Cl3. ഈ കോമ്പൗണ്ടിൽ വാട്ടർ മോളിക്യൂൾ 6 ഉണ്ട്. ക്രോമിയം ക്ലോറൈഡ് അക്വസ് മീഡിയത്തിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടുന്നത്. ഇവിടെ H2O മോളിക്യൂൾ ക്രോമിയവുമായി കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ കോർഡിനേറ്റഡ് വാട്ടർ ആണ് ഉള്ളത്. ഇവിടെ ഹൈഡ്രേറ്റ് ഫോം എന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ, ബേരിയം ക്ലോറൈഡ് അതുപോലെ തന്നെ കാൽസ്യം ക്ലോറൈഡ് CaCl2. കാൽസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ CaCl2 2H2O എന്നാണ്. ഇവിടെ H2O മോളിക്യൂൾ കാൽസ്യം ക്ലോറൈഡിലെ ഇൻഡസ്ട്രീഷ്യൽ പ്ലേസിൽ ഒക്കുപ്പൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വാട്ടർ മോളിക്യൂൾ അവിടെ ഇൻഡസ്ട്രീഷ്യൽ പ്ലേസിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. അടുത്തതായി കോപ്പർ സൾഫേറ്റ് CuSO4 5H2O. നമുക്കറിയാം തുരിശാണിത്. കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല ഒറിജിനലായി എഴുതുകയാണ് എങ്കിൽ CuH2O 4 ടൈംസ് 2 പോസിറ്റീവ് SO4 2 നെഗറ്റീവ് H2O എന്നാണ്. ഇവിടെ 4 വാട്ടർ മോളിക്യൂൾ കോർഡിനേറ്റ് ബോണ്ട് വഴി കോപ്പറുമായി ജോയിൻ ചെയ്തിരിക്കുന്നു. അതേസമയം ഒരു വാട്ടർ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.